ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം 2 സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ സവാള പെട്ടെന്ന് തന്നെ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി സവാള നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം. സവാള ചെറുതായിട്ട് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയിൽ മാറ്റം വരുത്താം. ഇനി മസാലപ്പൊടികളെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ സമൂസൻ്റെ ഷീറ്റാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല വെച്ച് കൊടുക്കുകയാണ്. മസാലേൻ്റെ കൂടെ തന്നെ പുഴുങ്ങിയ മുട്ട ഒരു ചെറിയൊരു കഷ്ണം വെച്ച് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡ് ഭാഗവും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പശ പോലെ ആക്കിയെടുത്തതാണ്. അത് ഇതിൻ്റെ 2 സൈഡ് ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. രണ്ട് ഭാഗത്തും മൈദപ്പൊടിൻ്റെ പശയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. ഇതിൻ്റെ 2 സൈഡ് ഭാഗത്തേക്കും മസാല വരാത്ത രീതിയിൽ വേണം മടക്കിയെടുക്കാൻ. മസാല വന്നാൽ നമുക്കിത് ശരിക്കും ഒട്ടിച്ചെടുക്കാൻ പറ്റൂല. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് മൈദയുടെ പശ തേച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ 3 ഭാഗം ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്ത് വേണം ഒട്ടിച്ചെടുക്കാൻ. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് പിടിച്ച് നിന്നാൽ തന്നെ നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. ഇത് നന്നായിട്ട് ഒട്ടാഞ്ഞാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് പൊട്ടിപ്പോവും. ഇതിൻ്റെ ഉള്ളിലൊക്കെ എണ്ണ കയറും. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളത് ഇതുപോലെ ഒട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് മൈദേൻ്റെ പശ തേച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. മുഴുവനും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടെടുത്ത് നല്ലൊരു കളറാകുന്ന വരെ ഒന്ന് പൊരിച്ചെടുക്കണം. നല്ല ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. അസ്സലാമു അലൈക്കും.